അനേകായിരങ്ങളെ നേടുന്ന ഒരു സുവിശേഷകനാണ്. ആ ജയിലിനകത്ത് പോയ മുഹമ്മദ് ചന്ദ്രനെ രൂപാന്തരപ്പെടുത്തിയത് ആരാണ്? ഒരു രാധാകൃഷ്ണനെ സുവിശേഷകനായി മാറ്റിയത് ആരാണ്? എന്തിന് തിരുവല്ലായിൽ ഒരു മാതാവിനെ പിതാവിനെ കരക്കത്തുകൊണ്ട് കുത്തിമലർത്തി സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നോക്കിയ റെനി ജോർജ് എന്ന് പറഞ്ഞ മദ്രാസിലെ മോൻ, അദ്ദേഹം ഇന്ന് എവിടാ നിങ്ങൾക്കറിയാമോ? ജയിലിലല്ല, ഇന്ന് ജയിലിനകത്ത് സുവിശേഷം അറിയിക്കുന്ന ഒരു സുവിശേഷകനാണ്. എങ്ങനെ രൂപാന്തരം സംഭവിച്ചു? നിയമങ്ങൾക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല സുഹൃത്തെ. പീഡനങ്ങൾക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല. പിന്നെയോ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ആരെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഈ സുവിശേഷമാണ് രൂപാന്തരപ്പെടുത്തുന്നത്. അടച്ചിട്ടത് കൊണ്ടോ മുറിക്കകത്ത് പൂട്ടിയിട്ടത് കൊണ്ടോ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാതിരിക്കത്തില്ല. മദ്യപാനത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് 3 മാസം നിങ്ങൾ പൂട്ടിയിട്ടാൽ നിങ്ങൾ വിചാരിക്കുമോ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുന്നു? ഇല്ല സുഹൃത്തെ. 3 മാസം കഴിഞ്ഞ് അവന്റെ കൂട്ടുകാർ കുപ്പി പൊട്ടിക്കുമ്പോൾ അവന്റെ കൈ അറിയാതെ അവൻ ഗ്ലാസ് എടുത്ത് കഴുകി കുടിക്കും. അതെന്താണെന്നറിയാമോ? അവൻ ആഗ്രഹമില്ല, അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് സുഹൃത്തെ. എന്നെ കേൾക്കുന്ന സഹോദര, താങ്കൾക്കും ആഗ്രഹമില്ലേ രക്ഷപ്പെടണമെന്ന്? ഡിസംബർ മാസം 31-ാം തീയതി താങ്കൾ തീരുമാനമെടുക്കാറില്ലേ? ഇല്ല, ഇനി ഞാൻ കുടിക്കത്തില്ല, ഇനി എന്റെ ഭാര്യയെ ഞാൻ തള്ളത്തില്ല, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിക്കുമെന്ന് താങ്കൾ തീരുമാനമെടുത്തിട്ടില്ലേ? പക്ഷേ ഒരു 2 ദിവസം പോലും ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? കാരണം എന്താണ്? മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതി, നല്ലത് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും വലിയ വിഷയം. നല്ലവനാകാൻ ആഗ്രഹമുണ്ട്, നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ പുറത്തു വരുന്നു. അതെന്താണ് കാര്യം? പാപം. മനുഷ്യരിൽ വാഴുന്ന പാപം